35 ദിവസം നീണ്ട സമരങ്ങൾക്കൊടുവിൽ വലിയ പ്രക്ഷോഭം രാജ്യം തന്നെ ഇളക്കി മറിക്കുന്ന രീതിയിൽ വലിയ പ്രക്ഷോഭമുണ്ടായി. അത് യുവാക്കളുടെ ഭാഗത്തു നിന്നാണ് പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടത്. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ രൂപം കൊണ്ടു. അവരുടെ പ്രതിഷേധം ഒരുപക്ഷെ അസാധ്യമെന്ന് എല്ലാവരെയും തോന്നിപ്പിച്ച ഇന്ന് വരെ ചർച്ച നടക്കുമെന്ന് പറയുമ്പോഴും വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുമോ എന്നുള്ള ചോദ്യത്തിന് അത് അസാധ്യമാകാമെന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ കേന്ദ്ര വൃത്തങ്ങളിൽ തന്നെ വന്നപ്പോഴും അത് സാധ്യമെന്ന് അവർ തെളിയിച്ചിരിക്കുകയാണ്. പാർട്ടികൾ അങ്ങനെ വമ്പൻ ഹിറ്റായി മാറിയിരിക്കുന്നു. धर्मेंद्र प्रधान ने रिजाइन कर दिया है। We have bloody done it. क्या कहते थे ये? क्या कहते थे? इस सरकार में इस्तीफे नहीं होते। क्या कहते थे? इस सरकार में इस्तीफे नहीं होते। हम कहना चाहते झुकती है दुनिया, झुकाने वाला चाहिए। कंफर्म है। പി വസന്ത വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വസന്ത, ഐതിഹാസിക സമര വിജയം എന്ന് തന്നെ ഈ സമര വിജയത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം ഇതിനിടയിൽ ഈ കാലയളവിൽ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ രാജ്യത്തുണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ആ പ്രതിഷേധമൊക്കെ വിജയത്തിലേക്ക് എത്തിയിട്ടുണ്ടോ, അതിന്റെ ഫലപ്രാപ്തിയിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് തീർത്തും നിരാശാജനകമായിട്ടുള്ള ഉത്തരം നൽകേണ്ടി വരുമ്പോഴാണ് ഇവിടെ തീർത്തും ഒന്നിനും കൊള്ളാത്തവരെന്ന് പലപ്പോഴായി പലരും മുദ്ര കുത്തപ്പെട്ടിട്ടുള്ള ജൻസികൾ അവർ തീർത്തിട്ടുള്ള പ്രതിഷേധം, ആ പ്രക്ഷോഭം അത് വിജയത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. ആദ്യ ആവശ്യം, പരമപ്രധാനമായിട്ടുള്ള ആവശ്യം അംഗീകരിക്കപ്പെടുന്നു. പക്ഷേ തീർന്നിട്ടില്ല അവരുടെ ആവശ്യങ്ങൾ എന്നുള്ളതാണ്. അതിനോടുള്ള കേന്ദ്രത്തിന്റെ സമീപനം എങ്ങനെയാകും? പാർട്ടികളുടെ ഭാഗത്തു നിന്നും CJPയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആദ്യ പ്രതികരണം എങ്ങനെയാണ്? ഇനി മുന്നോട്ടെങ്ങനെ? തീർത്തും ഐതിഹാസികം തന്നെയാണ് ഈ വിജയം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കർഷക പ്രക്ഷോഭത്തിൽ ഒരു കൊല്ലം നീണ്ടു നിന്ന സമരത്തിന് ശേഷമാണ് കർഷകർ വിജയം നേടിയതെങ്കിൽ ഇത് 35 ദിവസം കൊണ്ട് ഈ രാജ്യത്തെ യുവജനങ്ങൾ ഒരു സർക്കാരിനെ മുട്ടുമടക്കിച്ചു എന്ന് തന്നെ പറയാം. നരേന്ദ്രമോദി എന്നുള്ള ബിംബം ഉടഞ്ഞു വീഴുന്ന ഒരു കാഴ്ച കൂടി നമുക്കിവിടെ കാണേണ്ടി വരുന്നു. കാരണം യുവാക്കളുടെയും ചെറുപ്പക്കാരുടെയും ഒക്കെ വലിയ ഹരമായിരുന്നു എന്ന് BJPയും സംഘപരിവാറും അവകാശപ്പെട്ടിരുന്ന ഒരു വിഗ്രഹം കൂടി ഉടഞ്ഞു വീഴുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഈ വിഷയത്തിൽ അർദ്ധരാത്രിയോടടുത്ത് ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു സന്ദേശം പോസ്റ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം വരുന്നു എന്നുള്ളതാണ്. അതായത് ഈ വിഷയത്തിൽ ഞങ്ങൾ കർക്കശമായ നടപടിയെടുക്കും എന്നുള്ളത്. പക്ഷെ ഒരു മന്ത്രിയുടെ രാജിയിൽ കുറഞ്ഞ ഒന്നിനും ഞങ്ങൾ തയ്യാറല്ല എന്ന യുവജനങ്ങൾ നെഞ്ചുവിരിച്ചു പറഞ്ഞപ്പോൾ അതിന് തയ്യാറായി, അല്ലെങ്കിൽ ആ രാജി എഴുതി വാങ്ങിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്ന് തന്നെ നമുക്കിപ്പോൾ പറയാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് ഇപ്പോഴുള്ളത്. BJPയെ സംബന്ധിച്ചിടത്തോളം തീർത്തും ഒരു തിരിച്ചടി തന്നെയാണ് ഈ വിഷയം. പക്ഷെ ഒരു കാര്യത്തിൽ അവർക്ക് നേട്ടം പറയാം. അത് ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇത്തരമൊരു വിഷയം വന്നതോടുകൂടി തന്നെ രാമക്ഷേത്ര സംഭാവന കൊള്ള എന്ന് പറയുന്ന ആ വിഷയത്തെ മറച്ചു വെക്കാൻ അവർക്ക് സാധിച്ചു, അല്ലെങ്കിൽ അതൊരു ചർച്ചയിൽ നിന്നും മാറ്റി നിർത്താൻ അവർക്ക് സാധിച്ചു എന്ന് മാത്രമേ പറയാനുള്ളൂ. അല്ലാതെ നോക്കുകയാണെങ്കിൽ രാജ്യത്തെ യുവജനങ്ങളുടെ എതിർപ്പ് ഈ പറയുന്ന BJP NDA സർക്കാർ നേടിക്കഴിഞ്ഞു എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഈ 35 ദിവസം നീണ്ട സമരത്തിനൊടുവിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം BJPയെ സംബന്ധിച്ചിടത്തോളം പാർലമെൻറ്റ് സമ്മേളനം കൂടി നടക്കുന്ന ഒരു സാഹചര്യത്തിൽ വലിയ തോതിൽ ഒരു മുഖം നഷ്ടപ്പെടൽ തന്നെയാണ്. കഴിഞ്ഞ ഇത്രയും ദിവസങ്ങൾക്കുള്ളിൽ ഈ സമരത്തെ കാണാതിരിക്കുക, ഇങ്ങനെ ഒരു സമരം നടക്കുന്നു എന്ന് ആരെക്കൊണ്ടും പറയിക്കാതിരിക്കുക, ദേശീയ മാധ്യമങ്ങളുടെ സഹായത്തോടെ ഇവയെല്ലാം തന്നെ പൂഴ്ത്തിവെക്കുന്ന ഒരു സാഹചര്യം, ഇവയെല്ലാം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ട് ഈ സമരത്തിന് എന്നുള്ളതാണ്. സോനം വാങ്ചുക്കിനെ പോലെ ഒരാൾ ഇവിടെ ഡൽഹിയിൽ നിരാഹാരം നടത്തിയിട്ട് ആരും തിരിഞ്ഞു നോക്കാത്തൊരു സാഹചര്യത്തിൽ നിന്നാണ് പെട്ടെന്ന് പാർലമെൻറ്റ് മാർച്ചിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ
ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിൽ രാജ്യത്തേക്ക് ചെറുപ്പക്കാരുടെ കുത്തൊഴുക്ക് തന്നെയായിരുന്നു അന്ന്. നമ്മുടെ ഓഫീസിന് തൊട്ടടുത്താണ് ജന്തർ മന്ദിർ എന്ന് പറയുന്ന സ്ഥലം. ബാരക്കമ്പ പോലുള്ള മെട്രോ സ്റ്റേഷനുകളിലേക്ക് അന്ന് രാവിലെ എത്തിയത് ആയിരങ്ങൾ തന്നെയായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷെ പോലീസിൻ്റെ കണക്കുകൂട്ടലുകൾ എല്ലാം തെറ്റിച്ചുകൊണ്ട്, ഇൻ്റലിജൻസ് ഏജൻസികളുടെ കൂടി കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ടാണ് അന്ന് ഈ രാജ്യത്ത് പാർലമെൻറ്റിലേക്ക്, ഡൽഹിയിലേക്ക് യുവജനങ്ങൾ ഒഴുകിയെത്തത്. പശ്ചിമ ബംഗാളിൽ നിന്നും കേരളത്തിൽ നിന്നും മധ്യപ്രദേശിൽ നിന്നും ഒക്കെ കുട്ടികളും യുവാക്കളും ഒക്കെ തന്നെ എത്തിയപ്പോൾ ഒരുപക്ഷെ ഡൽഹി പോലീസ് പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ കായികമായി തന്നെ അതിനെ നേരിട്ടത് അതുകൊണ്ടായിരിക്കാം. എന്നാലും അത് തിരിച്ചടിച്ചു എന്ന് തന്നെയാണ് പിന്നീട് നടന്ന ഒരാഴ്ചത്തെ ആ ഒരു രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ തന്നെ. അല്പം മാറി നിന്ന കോൺഗ്രസ് പോലും ഇതിലേക്ക് സജീവമായി ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കോക്രോച്ച് ജനതാ പാർട്ടിക്ക് പിന്നിൽ ആര് എന്നുള്ളൊരു സംശയം കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അത് ഇന്ത്യ സഖ്യ യോഗത്തിൽ തന്നെ അത് പ്രതിഫലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. CPM-ഉം ഇടതുപക്ഷ പാർട്ടികളൊക്കെ തന്നെ CJPക്ക് വേണ്ടി ആദ്യമേ തന്നെ രംഗത്തിറങ്ങിയെങ്കിൽ കോൺഗ്രസ് വളരെ താമസിച്ചാണ് ഇതിലേക്ക്, ഈ സമരത്തിലേക്ക് കൂടി വരുന്നത് എന്നുള്ളത് നമ്മൾ വിസ്മരിച്ചുകൂടാ. പക്ഷേ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് നടന്ന ആ മാർച്ചും അതിനുശേഷം കഴിഞ്ഞ ദിവസം ഗാന്ധി സ്മൃതിയിലേക്ക് നടന്ന മാർച്ചും ഇന്ത്യ സഖ്യത്തെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകാനുള്ള ആ ഒരു സാഹചര്യം, പ്രതിപക്ഷത്തിൻ്റെ ആ ഐക്യം സർക്കാരിനെ പിന്നോട്ട് വലിച്ചു എന്ന് തന്നെ പറയാം. അതോടൊപ്പം തന്നെ ഈ രാജ്യത്തെ പ്രമുഖരെല്ലാവരും തന്നെ, പ്രമുഖരെന്ന് പറയുമ്പോൾ ഒരു അഭിപ്രായ ഐക്യം രൂപീകരിക്കാൻ കഴിയുന്ന സമൂഹത്തിലെ എല്ലാവരും ഒറ്റക്കെട്ടായി ഈ സമരത്തിന് പിന്നിലേക്ക് അണിനിരക്കുന്നത് കണ്ടപ്പോൾ തന്നെയാണ് സർക്കാർ ഈ ഒരു നിലപാടിലേക്ക് വരുന്നത്. ധർമ്മേന്ദ്ര പ്രധാനെ നീക്കം ചെയ്യുക എന്നുള്ള ആ ഒരു കടുത്ത നടപടിയിലേക്ക് പോയില്ല. അദ്ദേഹത്തിൻ്റെ രാജി സ്വയം എഴുതി വാങ്ങിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തി. ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് ഉച്ചയ്ക്ക് 2:30 മണിയോട് കൂടിയാണ് ഇങ്ങനെ രാജിവെച്ചു എന്നുള്ള വിവരം 2 പേജ് നീണ്ട ഹിന്ദിയിൽ എഴുതിയ പ്രസ്താവനയിൽ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ഒഡീഷയിൽ സജീവമാകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല 40 കൊല്ലക്കാലം താൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് ഈ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. രാഷ്ട്രീയ പ്രവർത്തകനായത് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലായിരുന്നു. അദ്ദേഹം പരീക്ഷാ പേപ്പർ ചോർച്ചയ്ക്കെതിരെ സമരം നടത്തി രംഗത്ത് വന്ന ABP നേതാവ് കൂടിയാണ് ധർമ്മേന്ദ്ര പ്രധാൻ എന്നുകൂടി നമ്മൾ ഓർക്കണം. പക്ഷേ ഈ ഒരു വിഷയത്തിൽ അടിപതറി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രതീക്ഷിക്കാത്ത തരത്തിലേക്ക് നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിഷയം ഗത്യന്തരമില്ലാതെ രാജിവെക്കേണ്ടി വന്നു എന്ന് തന്നെയാണ് നമുക്ക് അതിനെ പറയേണ്ടതുള്ളൂ. P. ബസന്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.